ഓം ശാന്തി. മനസ്സിൻ്റെ മാസ്റ്ററായിക്കൊണ്ട് നമുക്കിഷ്ടമുള്ള പോലെ നമ്മുടെ മനസ്സിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം എന്തുമാത്രം ആനന്ദദായകവും തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുന്നതും എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു അവിടെയൊക്കെ സന്തോഷം മാത്രം നിറഞ്ഞതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം ഇന്ന് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിക്കൊണ്ട് അഥവാ മനസ്സിൻ്റെ മാസ്റ്റർ ആവാൻ വേണ്ടിക്കൊണ്ട് എന്തെല്ലാം ചെയ്യണം അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു കുട്ടിയുടെ കഥ ഞാൻ കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് പറഞ്ഞുതരാൻ വിചാരിക്കുകയാണ്. ഒരു നാടൻ ഗ്രാമത്തിലെ മകൻ, അവിടെ പച്ചപ്പുല്ല് തകിടികളും കുന്നുകളും ഒക്കെ ഉള്ളതായിരിക്കുന്ന സുന്ദരമായൊരു ഗ്രാമം. അവനും എല്ലാ കുട്ടികളെയും പോലെ തന്നെ പൂമ്പാറ്റ പറക്കുന്നതും എന്താ പറയുക നദികൾ ഒഴുകുന്നതും ആ പച്ചപ്പുല്ലിലിരുന്ന് ആനന്ദിക്കുന്നതൊക്കെ ആയിട്ട് അവനും ജീവിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, എല്ലാം കണ്ട് ആനന്ദിച്ച് ആസ്വദിച്ച് അവന് നല്ല ജീവിതമാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ അവൻ പലപ്പോഴും അവന് വിചാരിച്ച പോലെ എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒക്കെ തന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ അവനെ വല്ലാതെ കളിയാക്കും, അവൻ വിഷമിക്കുകയും ചെയ്യും. ഒരു ദിവസം അവൻ്റെ ക്ലാസ്സിൽ എല്ലാ കൂട്ടുകാരും പോയി അങ്ങനെയെല്ലാം വേണ്ടി വന്ന കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന ഒരു സൈക്കോളജിയുടെ സാറ് ആ കോളേജിലുണ്ടായി, ആ സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ നോക്കുന്ന സമയത്ത് ആ സാറ് ഓഫീസ് റൂമിനോട് ഒറ്റയ്ക്കിരുന്ന് എന്തോ ഇങ്ങനെ ചിന്തിക്കുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ടെൻഷനോട് കൂടിയിട്ടാണെങ്കിലും പതിയെ പതിയെ അവൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, സാറേ സാറിനോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ സാറ് ഇങ്ങനെ നോക്കിയിട്ട് പറയും, അതിനെന്താ മോനെ, നീ പറയും, എന്താ പറയാനുള്ളത് എന്ന് പറയും. അപ്പോൾ കുറച്ചൊന്ന് എന്താ പറയണ്ടേ എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ തുടങ്ങി, സാറേ എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പ്രോപ്പറായിട്ട് പഠിക്കാനും പറ്റുന്നില്ല, വേണ്ട രീതിയിൽ എനിക്ക് പഠിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നേറാൻ എനിക്ക് പറ്റുന്നില്ല, സാറിന് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സാർ അവനങ്ങനെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് അവനെ പുറത്ത് തന്നെ തലോടിക്കൊണ്ട് പറയും, മോനെ നിന്നെപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ സ്കൂളിലുണ്ട്, എങ്ങനെ പഠിക്കണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത കുട്ടികൾ, അവരെയൊക്കെ തന്നെ സഹായിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഞാൻ ഈ സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് ഇരിക്കുന്നത്. സ്റ്റിൽ ഒരു കുട്ടികളും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കാറില്ല, എനിക്കൊന്ന് ഗൈഡ് ചെയ്യുമോ എന്ന്. അതുകൊണ്ട് എനിക്ക് നിൻ്റെ അടുത്ത് പറഞ്ഞുതരാൻ ഭയങ്കര സന്തോഷമുണ്ട്, എനിക്കൊരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, നീ നിൻ്റെ ഫ്യൂച്ചറിനെ തീർച്ചയായിട്ടും ബ്രൈറ്റാക്കി മാറ്റും എന്നുള്ള കാര്യം. എന്നിട്ട് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാണ്. അദ്ദേഹം തന്നെ പോയിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, ഒരു ചില്ലിൻ്റെ ഗ്ലാസ്. ആ ചില്ലിൻ്റെ ഗ്ലാസ്സിനുള്ളിൽ കുറച്ച് മഷി ഇറ്റിച്ചു, പെന്നിൽ നിന്ന് കുറച്ച് മഷി ഇറ്റിച്ച് ആ വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളമാക്കി മാറ്റി നിറയെ കളറുള്ള വെള്ളം കൊണ്ടുവന്ന് ആ വാഷ് ബേസിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ ശേഷം വേറൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഇങ്ങനെ ഈ കളർ വെള്ളത്തിലേക്ക് കുറച്ചായിട്ട് ഒഴിക്കാൻ തുടങ്ങി. കുറച്ചധികം സമയം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ നല്ല ക്ലീൻ വെള്ളമായിട്ട് മാറി. അപ്പോൾ ചോദിച്ചു, ഇപ്പം എന്താ നിനക്ക് കണ്ടത്? അപ്പോൾ സാർ ഇത് ആദ്യം മുഴുവൻ മഷി കലർന്ന വെള്ളമായിരുന്നു, ഇപ്പോൾ അത് നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് മോനെ നമ്മുടെ മനസ്സും. നമ്മുടെ മനസ്സിനുള്ളിൽ ആ കാര്യം ഈ കാര്യം അവിടുത്തെ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും നമ്മൾ കളക്ട് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സും ഇതുപോലെ കലങ്ങിയ വെള്ളം പോലെയാണ്. റെഗുലറായിക്കൊണ്ട് മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വായിച്ചും പഠിച്ചും നല്ല ദിശയിലേക്ക് പോകണമെന്ന നിശ്ചയത്തോടു കൂടിക്കൊണ്ട് ആ യാത്രയ്ക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നീ ദിവസവും ഇതിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് നിൻ്റെ മനസ്സിൻ്റെ മേലെ മാസ്റ്റർ ആവാൻ സാധിക്കും. അതിനുള്ള വേറൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. എന്നിട്ടൊരു മെഴുതിരി കൊളുത്തി വയ്ക്കും. എന്നിട്ട് പറയും, മെഴുതിരിയിലേക്ക് നീ നിർത്താതെ നോക്കി നിൽക്കാൻ പറയും. അവൻ കുറച്ച് സമയം അതിലേക്ക് മാത്രം നോക്കിയിരുന്നപ്പോൾ അവന് തോന്നിപ്പോയി അവൻ്റെ മനസ്സ് ആ കാര്യം ഓർമ്മ വരുന്നുണ്ട്, ഈ കാര്യം ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ സാറ് ചോദിച്ചു, നീ മെഴുതിരിയിൽ നോക്കിയിരിക്കുമ്പോൾ നിൻ്റെ മനസ്സ് അവിടുത്തെ ഇവിടുത്തെയൊക്കെ ഓർമ്മ വരുന്നില്ലേ? ഞാൻ നിനക്ക് അതിനേക്കാൾ അധികം നന്നായി പറഞ്ഞു തരികയാണ്. നീ നിൻ്റെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം ശ്രദ്ധിക്കുന്നതും നോക്കുന്നതും എഴുതിയിലേക്ക് വെക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് പതിയെ ആ ദീപനാളത്തിലേക്കും ആ ശ്വാസത്തിലേക്കും മാത്രമായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ അവന് മനസ്സിൽ ഭയങ്കര ഒരു സുഖം തോന്നിപ്പോയി. ഇതിൻ്റെ പേരാണ് മോനെ മെഡിറ്റേഷൻ. ഇത് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ. ഇന്ന് ഈ കുട്ടിയുടെ കഥയിലിടയിൽ ഞാൻ നിങ്ങളോടും പറയുകയാണ്, രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വയം നമ്മളാകുന്ന ദീപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരമപ്രകാശമായിരിക്കുന്ന പരമാത്മാവായിട്ട് കണക്ട് ചെയ്യലാണ്. അവിടെ നമ്മൾ ലൈറ്റിലേക്ക് നോക്കാറുണ്ട്, കണ്ണുകൾ അടച്ചിട്ടല്ല, കണ്ണുകൾ തുറന്നുകൊണ്ട് ഒരു മെഴുകുതിരിയിലേക്കോ ഒരു വിളക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ലൈറ്റിലേക്കോ ചെറിയ ലൈറ്റിലേക്കോ നമ്മുടെ കണ്ണുകളെ ഉടക്കി വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ പരമാത്മാവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യിപ്പിക്കുന്ന വിദ്യയാണ് രാജയോഗം എന്നതായിരിക്കുന്ന മഹാൻ വിദ്യ. സാധിക്കുമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ.
നമ്മുടെ മനസ്സിനെ ഞാൻ ആത്മാവെന്ന് വിചാരിച്ചുകൊണ്ട് പരമാത്മാവിനെ കണ്ട് അതിൽ നിന്നുള്ള പ്രകാശവും ശക്തിയും ആത്മാവിൽ നിറയുന്ന കിരണങ്ങളുടെ രൂപത്തിലുള്ള പ്രവാഹത്തെ അനുഭവിക്കും തോറും അഗാധമായിരിക്കുന്ന ശാന്തിയും സുഖവും നമ്മുടെ മനസ്സിന് അനുഭവിക്കാൻ സാധിക്കും. ഫോക്കസിങ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ചെറിയ മെത്തേഡ് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. ഒരു മെഴുതിരി കൊളുത്തി വയ്ക്കുക, നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക, ശ്വാസത്തിൻ്റെ പോക്കും വരവും നോക്കുക, ഒപ്പം നിങ്ങളുടെ കണ്ണുകളെ ആ മെഴുകുതിരിയിൽ ഉടക്കി വയ്ക്കുകയും ചെയ്തുകൊണ്ട് ഫോക്കസിങ്. അത് കഴിഞ്ഞ ശേഷം മൂന്നാമത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വലിയൊരു ഇഷ്ടിക എടുത്തിട്ട് ആ ഇഷ്ടികേനെ അവൻ്റെ അടുത്ത് കൈ കൊണ്ട് വെട്ടാൻ പറഞ്ഞു. കൈ കൊണ്ട് വെട്ടാൻ പറഞ്ഞപ്പോൾ അവനത് വെട്ടി നോക്കിയപ്പോൾ അവൻ്റെ കൈ വേദനിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ സാറെന്ത് ചെയ്തു, അതിനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി മുറിച്ചു. അത് കഴിഞ്ഞ ശേഷം ചെറിയ കഷ്ണത്തെ അവൻ്റെ കൈ കൊണ്ട് വെച്ചൊന്ന് തിരുമ്പാൻ പറഞ്ഞു. അത് വെറും പൊടിയായിട്ട് തീർന്നു. അപ്പോൾ പറഞ്ഞു, ഇതുപോലെയാണ് മോനെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ നേടേണ്ടത്. വലിയ കാര്യങ്ങൾ ഒരിക്കലും ഒറ്റയടിക്ക് നമുക്ക് നേടാൻ സാധ്യമല്ല. അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളായി ചെയ്തുകൊണ്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ തന്നെ ഒന്നിച്ചൊരു ബുക്ക് മുഴുവൻ പഠിച്ച് തീർക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എന്നും പോസിറ്റീവായിട്ടുള്ള ലെസൺ പഠിക്കുമ്പോൾ വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് പഠനമാവില്ല. ഒരു ബുക്ക് മുഴുവൻ ഒരു ദിവസം വായിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുറച്ച് തോട്ട്സ് എങ്കിലും ഒരു ദിവസം പോസിറ്റീവായിട്ട് റിസീവ് ചെയ്യുകയും സ്വീകരിക്കുകയും വായിക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് മനനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ശക്തിശാലിയാവുകയും പോസിറ്റീവ് തോട്ട്സിൻ്റെ എണ്ണം കൂടുകയും പോസിറ്റീവ് തോട്ട്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്വന്തം മനസ്സിൻ്റെ നേരെ പൂർണ്ണ നിയന്ത്രണം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പിന്നെ ഒന്ന് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് മാത്രം നമ്മുടെ മനസ്സ് ശുദ്ധിയാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പുറം ലോകത്ത് പോവുകയും എല്ലാവരുമായിട്ട് വായിക്കുകയും എല്ലാവരുമായിട്ട് ഇടപഴകുകയും പ്രവർത്തിക്കുകയും ഒക്കെയും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും മനസ്സിലേക്ക് മാലിന്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു ദിവസം മാത്രം ചെയ്യേണ്ട പ്രോസസ്സ് അല്ല മെഡിറ്റേഷൻ, ഒരു ദിവസം മാത്രം ചെയ്യേണ്ട പ്രോസസ്സ് അല്ല ക്ലീനിങ്, ഒരു ദിവസം മാത്രം ചെയ്യേണ്ട പ്രോസസ്സ് അല്ല ഫോക്കസിങ്, ഒരു ദിവസം മാത്രം ചെയ്യേണ്ട പ്രോസസ്സ് അല്ല സ്റ്റഡി. ഒരു റെഗുലർ പ്രോസസ്സിൽ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ മേലെ മാസ്റ്ററിങ് നമുക്ക് നേടാൻ സാധിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യലും വെറുതെ ചെയ്യലും തമ്മിൽ രണ്ടാണ്. ഒന്ന് പാറപ്പുറത്ത് വെള്ളം ഒഴിക്കലും ഒന്നൊരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി വയ്ക്കും പോലെയാണ്. സാറും മോന് പറഞ്ഞു കൊടുത്തു, മോനെ പാറപ്പുറത്ത് വെള്ളമൊഴിച്ച് ഒഴുകിപ്പോവും. മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എല്ലാ കാര്യത്തിനും മനസ്സിലാക്കി നിൻ്റെ ഇമാജിനേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന സാധനം ലൈഫ് ലോങ് നിനക്ക് ഉപയോഗമായിട്ട് മാറുകയും ചെയ്യും. ജീവിതത്തിൽ പഠിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ മാസ്റ്റർ ആവാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും വിത്ത് ഫീലിംഗ്, വിത്ത് വൈബ്രേഷൻ അതിന് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഓരോ സെക്കൻഡും ഓരോ തോട്ടും ഓരോ ശ്വാസവും നിങ്ങളുടെ കൂടെ അനശ്വരമായി മാറും. പതിയെ പതിയെ നമ്മുടെ മനസ്സിനെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നുള്ള പോലെ മനസ്സിൻ്റെ മാസ്റ്റർ ആവാൻ നിങ്ങൾക്കും സാധിക്കും. ആ കൊച്ചുമകൻ ജീവിതത്തിൽ വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിൽ എത്തിയതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനെ പ്രകാശപൂരിതമാക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിക്കൊണ്ട് അതിൻ്റെ മുഖ്യധാരാ പ്രവർത്തകനായിരിക്കുന്ന മനസ്സിൻ്റെ മേലെ മാസ്റ്റർ ആവാൻ ഈ ടെക്നിക്സ് നിങ്ങളെയും സഹായിക്കും. ഒന്ന് മനസ്സിനെ ക്ലീൻ ചെയ്യുക, മറ്റൊന്ന് മെഡിറ്റേഷനിലൂടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുക, പിന്നെ ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുക. റെഗുലറായി ചെയ്യണം, അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. ഇത്രയും 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൻ്റെ മാസ്റ്റർ ആവാൻ സാധിക്കും. നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.